മാട്രിക്സ് ആൾജിബ്രയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു മാട്രിക്സ്, അതിന് എക്സാമ്പിൾസ്, അതുപോലെ എങ്ങനെയാണ് ഒരു മാട്രിക്സ് ഡിനോട്ട് ചെയ്യുക, അതിൻ്റെ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഓരോ എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അതുപോലെ എന്താണ് ഒരു മാട്രിക്സിൻ്റെ ഡയമെൻഷൻ. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് രണ്ട് മെട്രിക്സ് ഉണ്ടെങ്കിൽ എപ്പോഴാണ് എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് എന്ന് പറയാം, അല്ലെ? രണ്ട് മെട്രിക്സ് നമുക്ക് എ ബി എന്ന് പറഞ്ഞ രണ്ട് മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആണെന്ന് പറയാം. ഈക്വൽ ആണോ ഈക്വൽ അല്ലേ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറയാം? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഫസ്റ്റ് വൺ എന്താണ്? സെയിം ഡയമെൻഷൻ ആയിരിക്കണം. നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് മെട്രിക്സിനും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. എന്താ മീനിങ്? രണ്ട് മെട്രിക്സ് ഉണ്ടെന്ന് നോക്കുക. എ ബി എന്ന് പറഞ്ഞ രണ്ട് മെട്രിക്സ് ഉണ്ട്. രണ്ട് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് സെയിം ആയിരിക്കണം. രണ്ട് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആയിരിക്കണം. അതല്ലേ ഡയമെൻഷൻ? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡയമെൻഷൻ എന്ന് പറയാം. അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. പിന്നെന്ത് സെയിം ആവണം? ഡയമെൻഷൻ സെയിം ആയാൽ മാത്രം പോരാ, അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെന്റ് ഈക്വൽ ടു രണ്ടാമത്തെ പൊസിഷൻ മെട്രിക്സിലെ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെന്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഉണ്ട്, അതിന്റെ ഡയമെൻഷൻ എന്താണ്? n ബൈ എം ആണ്. എന്താ അതിന്റെ മീനിങ്? എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ n റോസ് ഉണ്ട്, m കോളംസും ഉണ്ട്. അതിലെ എലമെന്റ്സിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എ ഐ ജെ. ഐ എന്താണ്? അതിന്റെ റോനെ ഡിനോട്ട് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. ജെ എന്താണ്? ഈ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ കോളത്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ A11 എന്ന് പറയുന്നതാണ് എ എന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ്. A12 എന്ന് പറയുന്നതാണ് എ എന്ന മെട്രിക്സിലെ രണ്ടാമത്തെ എലമെന്റ്. അപ്പൊ അങ്ങനെയുള്ള n റോസും m കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ് എ. അതുപോലെ ബിയോ പി റോസും q കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ് ബി. അതിലെ എലമെന്റ്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തു? ബി ഐ ജെ. അപ്പൊ നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും. എന്റെ ഡയമെൻഷൻ എന്താണ്? n ബൈ എം ആണ്. ബിയുടെ ഡയമെൻഷൻ എന്താണ്? പി ബൈ ക്യൂ ആണ്. അപ്പൊ എപ്പോഴാണ് ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണെന്ന് പറയാം? എന്ത് വേണം? രണ്ടിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കണം. എന്റെ നമ്പർ ഓഫ് റോസ് എന്താണ്? n ആണ്. ബിന്റെ നമ്പർ ഓഫ് റോസ് എന്താണ്? p ആണ്. അപ്പൊ എ ഈക്വൽ ടു ബി ആവണമെങ്കിൽ എന്താവണം? n ഈക്വൽ ടു പി ആവണം. എന്നും പിയും സെയിം ആവണം. എന്നും പിയും റോ മാത്രം സെയിം ആയാൽ പോരാ, കോളംസും സെയിം ആവണം. എന്റെ നമ്പർ ഓഫ് കോളംസ് എന്താണ്? എം ആണ്. ബിന്റെ നമ്പർ ഓഫ് കോളംസ് എന്താണ്? ക്യൂ ആണ്. അപ്പൊ എന്തും സെയിം ആവണം, എം ഈക്വൽ ടു ക്യൂ ആവണം. അപ്പൊ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? രണ്ട് മെട്രിക്സിന്റെയും നമ്പർ ഓഫ് കോളംസ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആവണം. ഇത് ഈ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇനി എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഈക്വൽ ആണോ അല്ലേ എന്നറിയാൻ ഫസ്റ്റ് മെട്രിക്സിലെ ഓരോ എലമെന്റും നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തത്? എ ഐ ജെ എന്ന് പറഞ്ഞാൽ A11 A12 A13 എക്സെട്ര A1M, അതുപോലെ A21 A22 എക്സെട്ര A2M എക്സെട്ര. ലാസ്റ്റ് റോ എന്ത് വരും? AN1 AN2 എക്സെട്ര AMN എന്ന് പറയുന്ന എല്ലാ എലമെന്റ്സും കറസ്പോണ്ടിങ് മെട്രിക്സിലെ ബിയിലെ അതേ പ്ലേസിലുള്ള എലമെന്റ്സിനോട് എന്താവണം? ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ AIJ ഈക്വൽ ടു BIJ ഫോർ ഓൾ INJ ഇൻ ദ റേഞ്ച്. ഇങ്ങനത്തെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് എന്ത് പറയാ? രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയാം. എക്സാമ്പിൾസ് നോക്ക്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. എന്താണ് എ എന്ന് പറഞ്ഞ മെട്രിക്സ്? 1 2 3 4. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. എന്താണ്? 1 2 3 4 അല്ലെ? എന്റെ ഡയമെൻഷൻ നോക്കൂ, രണ്ട് റോസ് ഉണ്ട്, രണ്ട് കോളംസ് ഉണ്ട്. ബിന്റെ ഡയമെൻഷനോ രണ്ട് റോസ് ഉണ്ട്, രണ്ട് കോളംസ് ഉണ്ട്. അപ്പൊ എക്കും ബിക്കും ഒരേ ഡയമെൻഷൻ ആണ്. എന്റെ നമ്പർ ഓഫ് കോളം ബിന്റെ നമ്പർ ഓഫ് കോളം സെയിം ആണ്. ഇനി ഇതിലെ എലമെന്റ്സ് നോക്കൂ. A11 എന്ന പൊസിഷനിലുള്ള എലമെന്റ് എയിൽ എന്താണ്? 1 ആണ്. B11 എന്ന് പറയുന്ന പൊസിഷനിൽ ബിയിൽ എന്താണ്? 1 ആണ്. ഈ 1ഉം ഈ 1ഉം സെയിം ആണ്. അതുകൊണ്ട് എന്താണ്? ഇത് ഫസ്റ്റ് എലമെന്റ് സെയിം ആണ്. രണ്ടാമത്തെ എലമെന്റോ A12 B12 അല്ലെ? 2 2 രണ്ടും സെയിം ആണ്. മൂന്നാമത്തെ എലമെന്റ് എന്താ വരിക? A21, ഇവിടെ B21 രണ്ടും സെയിം ആണ്. അവസാനത്തെ എലമെന്റ് A22 B22 4 4. അപ്പൊ എന്താണ്?
രണ്ടിൻ്റെയും നമ്പർ ഓഫ് കോളംസ് സെയിം ആയി, നമ്പർ ഓഫ് റോസ് സെയിം ആയി, Aij ഈക്വൽ ടു Bij ഫോർ ഓൾ Inj എന്നുള്ളതായി. അതുകൊണ്ട് എന്താണ് എയും ബിയും ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. രണ്ടിന്റെയും എന്താണ് എന്റെ നമ്പർ ഓഫ് കോളംസും ബിന്റെ നമ്പർ ഓഫ് കോളംസും സെയിം ആണ്. എക്ക് 1 2 രണ്ട് കോളം ഉണ്ട്, ബിക്കും 1 2 രണ്ട് കോളം ഉണ്ട്. എക്ക് എത്ര റോ ഉണ്ട്? 1 2 രണ്ട് റോ ഉണ്ട്. ബിക്ക് എത്ര റോ ഉണ്ട്? 1 2. അതുകൊണ്ട് എന്താണ് എന്റെ നമ്പർ ഓഫ് കോളംസും ബിന്റെ നമ്പർ ഓഫ് കോളംസും സെയിം ആണ്, എന്റെ നമ്പർ ഓഫ് റോസും ബിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആണ്. ഇനി എയിലെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും സെയിം ആണോ? A11 എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള എലമെന്റ് നോക്കൂ, ഇവിടെ 1 ആണ്, പക്ഷെ ഇവിടെ എന്താണ് 2 ആണ്. അതുകൊണ്ട് എന്തല്ല എയും ബിയും ഈക്വൽ അല്ല. ഒരു മെട്രിക്സ് ഈക്വൽ, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? രണ്ടിന്റെയും ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കണം. അതിനു പുറമെ അതിലെ ഓരോ എലമെന്റ്സും ഓരോ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് Aij ഈക്വൽ ടു Bij ഫോർ ഓൾ Inj. ഇനി ഇവിടുത്തെ രണ്ട് മെട്രിക്സ് നോക്കൂ. ഫസ്റ്റ് മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. എയിലെ എലമെന്റ്സ് ഡയമെൻഷൻ എത്രയാണ്? 2/2 ആണ്. എന്ന് പറഞ്ഞാൽ 2 റോസും 2 കോളംസും ഉണ്ട്. ബിന്റെ ഡയമെൻഷൻ എത്രയാണ്? അതും 2/2 ആണ്. ഇതിലും 2 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. ഇനി എപ്പോഴാണ് നമ്മൾ എയും ബിയും സെയിം ആന്ന് പറയാം? അല്ലെ, എയിലെ എലമെന്റ്സ് എന്താണ്? 1 2 3 4. ബിയിലെ എലമെന്റ്സ് എന്താണ്? എ ബി സി ഡി. ഈ രണ്ട് മെട്രിക്സുകൾ സെയിം ആണെന്ന് പറയുന്നത് എന്താണോ? എ ഈക്വൽ ടു എന്തായേ പറ്റൂ? 1 തന്നെ ആവണം. ബി ഈക്വൽ ടു എന്താവണം? ബിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളത് 2 ആണ്, അപ്പൊ ബി ഈക്വൽ ടു 2 ആവണം. സി എന്താവണം? സിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ എ എന്താണ്? 3 ആണ്, അപ്പൊ സി ഈക്വൽ ടു 3 ആവണം. ഡി എന്താവണം? ഡി ഈക്വൽ ടു 4 ആവണം. അപ്പൊ ഈ എയും ബിയും ഈക്വൽ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചോയ്സ് ഉള്ളൂ? എ 1 ആവണം, ബി 2 ആവണം, സി 3 ആവണം, ഡി 4 ആവണം. ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. അല്ലെങ്കിലോ, ഇപ്പൊ ബി ഈക്വൽ ടു 5 വന്നു കഴിഞ്ഞാൽ എന്താണ്? എയും ബിയും സെയിം അല്ല. അപ്പൊ രണ്ട് മെട്രിക്സുകൾ എയും ബിയും സെയിം ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ എന്ത് വേണം? ഓരോ ഡയമെൻഷനും സെയിം ആവണം, ഓരോ എലമെന്റ്സും കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെന്റ്സ് ഈക്വൽ ആവണം. ഈ ഒരു മെട്രിക്സ് നോക്കൂ. ഫസ്റ്റ് മെട്രിക്സിലെ എലമെന്റ്സ് എന്താണ്? 3 4 1 x, y z 19 28, 5 2 49 7 അല്ലെ. രണ്ടാമത്തെ എലമെന്റ്സിലെ മെട്രിക്സ് എന്താണ്? p 4 1 6, 12 24 19 28, q 2 r 7. ഫസ്റ്റ് മെട്രിക്സിൽ നമുക്ക് അൺനോൺ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? എക്സ് വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്, ഇസഡ് വരുന്നുണ്ട്. സെക്കൻഡ് മെട്രിക്സിൽ അൺനോൺ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? പി വരുന്നുണ്ട്, ക്യൂ വരുന്നുണ്ട്, ആർ വരുന്നുണ്ട്. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? എക്സിന്റെ രണ്ടിന്റെയും ഡയമെൻഷൻ എത്രയാണ്? സെയിം ആണ് അല്ലെ. കാരണം എന്താ? ഫസ്റ്റ് മെട്രിക്സിൽ എത്ര റോ ഉണ്ട്? 1 2 3 റോസ് ഉണ്ട്. സെക്കൻഡ് മെട്രിക്സിലോ 1 2 3 റോസ് ഉണ്ട്. ഫസ്റ്റ് മെട്രിക്സിലെ കോളം എത്രയാണ്? 1 2 3 4. സെക്കൻഡ് മെട്രിക്സിലോ 1 2 3 4. 4/4 ആണ്, 3/4 ആണ് സൈസ്. 3 റോയും 4 കോളംസ് ഉള്ള മെട്രിക്സ് ആണ് ഈ രണ്ട് മെട്രിക്സും. അതുകൊണ്ട് എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈ രണ്ട് മെട്രിക്സിൻ്റെതും സെയിം ആണ്. അതുകൊണ്ട് എന്തായേ പറ്റൂ? ഓരോ കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയേ പറ്റൂ. അപ്പൊ ഇവിടെ ഫസ്റ്റ് എലമെന്റ് നോക്കൂ, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഇവിടെ പി ആണ്. അപ്പൊ പി എന്തായേ പറ്റുള്ളൂ? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് പി ഈക്വൽ ടു 3 ആയിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് പി ഈക്വൽ ടു 3. ഇവിടുത്തെ അടുത്ത അൺനോൺ പാരാമീറ്റർ ക്യൂ ആണ്. ക്യൂവിന്റെ കറസ്പോണ്ടിങ് പ്ലേസിലുള്ള ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സിലെ എലമെന്റ് ഏതാണ്? 5 ആണ്. അതുകൊണ്ട് എന്താണ്? ക്യൂ ഈക്വൽ ടു 5 തന്നെ ആവണം. അടുത്ത എലമെന്റ് ആർ ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ 3 3 എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള എലമെന്റ് ആണ്. ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ് ഏതാ വരുന്നത്? ഈ മെട്രിക്സിൽ 49 ആണ്. അതുകൊണ്ട് ആർ ഈക്വൽ ടു എന്തായേ പറ്റൂ? 49 ആയേ പറ്റൂ. അതുകൊണ്ട് അൺനോൺ പാരാമീറ്റേഴ്സ് പി ഈക്വൽ ടു 3 എന്ന് കിട്ടും, ക്യൂ ഈക്വൽ ടു 5 എന്ന് കിട്ടും, ആർ ഈക്വൽ ടു 49 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നോക്കൂ, ഈ ലെഫ്റ്റ് സൈഡിലെ ഏതൊക്കെയാണ് അൺനോൺ പാരാമീറ്റേഴ്സ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. എക്സിന് കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിലെ എലമെന്റ് ഏതാണ്? 6 ആണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 6. വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് സൈഡിലെ എലമെന്റ് ഏതാണ്? 12 ആണ്. സോ വൈ ഈക്വൽ ടു 12. ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് സൈഡിലെ എലമെന്റ് ഏതാണ്? 24 ആണ്. അതുകൊണ്ട് സെഡ് ഇസ് ഈക്വൽ ടു 24 എന്ന്. ഇനി ഈ രണ്ട് മെട്രിക്സ് നോക്കൂ. ഇവിടുന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ രണ്ട് മെട്രിക്സ് എക്സ് വൈ എന്നതാണ് ഏതെങ്കിലും പേരിട്ട്, എ എന്നോ ബി എന്നോ ഏതെങ്കിലും പേരിട്ട് വിളിക്കാം.
ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സിന്റെയും റൈറ്റ് സൈഡിന്റെ മെട്രിക്സിന്റെയും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. ഇനി ഇതിലെ എലമെന്റ്സ് നോക്കൂ. ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്. ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്, ഇവിടെ -7 ആണ്. ഇവിടെ എക്സ് മൈനസ് വൈ ആണ്, ഇവിടെ 2 ആണ്. ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും എക്സിന്റെയും വൈന്റെയും എലമെന്റ്? നമുക്ക് ഇത് ഈക്വൽ ആയതുകൊണ്ടെന്നാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടിയേ പറ്റൂ? 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ വി ഹാവ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് y equal to -7 ആണ്. x plus y equal to -7. x plus y equal to -7. അതുപോലെ എന്താണ് x minus y equal to 2 ആണ്. നെക്സ്റ്റ് x minus y equal to 2 അല്ലേ? x plus y equal to 3 ഉം x minus y equal to 2. എങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കാം അല്ലേ? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x ഈക്വൽ ടു ക്വാണ്ടിറ്റി കിട്ടും. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ -2y ഈക്വൽ ടു, അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇത് രണ്ട് ഇക്വേഷൻസും രണ്ട് അൺനോൺസും ഉള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സും കണ്ടുപിടിക്കാം, വൈയും കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. എക്സും വൈയും രണ്ടും കണ്ടുപിടിക്കാം. ഇനി അപ്പൊ ഇത്രയാണ് മെട്രിക്സ് ഈക്വാലിറ്റിനെ കുറിച്ച്, ഈക്വാലിറ്റി ഓഫ് മെട്രിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആവുക? രണ്ടിന്റെയും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആവണം. അതുപോലെ ഓരോ എലമെന്റുകളും ഓരോ പൊസിഷനിലുള്ള എലമെന്റുകളും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് Aij ഈക്വൽ ടു Bij ഫോർ ഓൾ i. ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ ആണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. എന്താണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ? ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് എ ന്യൂ മെട്രിക്സ് whose rows are the columns of the original matrix. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ ഒരു മെട്രിക്സ് ഉണ്ട്, ഇതിനൊരു എ എന്ന് വിളിച്ചോളൂ. എയിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്? 6 4 24 1 -9 8. എന്താണ് ഇതിലെ ഫസ്റ്റ് റോ വരിക? 6 4 24 ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഫസ്റ്റ് റോനെ അടുത്ത ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതണം. 6 4 24 എന്ന് എഴുതാം. ഈ എലമെന്റ്സിലെ ഫസ്റ്റ്, ഈ മെട്രിക്സിലെ സെക്കൻഡ് റോനെ ഇവിടുത്തെ എന്ത് ചെയ്യുക? സെക്കൻഡ് കോളം ആയിട്ട് എഴുതുക. 1 -9 8. അതൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുക്കുക. ഏതാണ് ഇവിടുത്തെ ഫസ്റ്റ് കോളം? 6 1 എന്നുള്ളതാണ് ഇവിടുത്തെ കോളം. അതിനെന്ത് ചെയ്യുക? ട്രാൻസ്പോസ് മെട്രിക്സ് എഴുതണമെങ്കിൽ ഈ 6 1 എന്ന് പറഞ്ഞ കോളത്തിനെ ഇവിടെ റോ ആക്കിയിട്ട് എഴുതുക. 6 1. അതുപോലെ രണ്ടാമത്തെ കോളം എടുക്കുക 4 -9. അതിനെ ട്രാൻസ്പോസ് മെട്രിക്സിൽ രണ്ടാമത്തെ റോ ആയിട്ട് എഴുതുക 4 -9. അതുപോലെ തേർഡ് റോ കോളം കൺസിഡർ ചെയ്യുക 24 8. അതിവിടെ തേർഡ് റോ ആയിട്ട് എഴുതുക 24 8. അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇതിലെ കോളത്തിനെ റോ ആക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിൽ റോന് കോളം ആക്കിയിട്ട് മാറ്റാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താ വരിക? നിങ്ങൾ നോക്കൂ, ഈ ഒരു മെട്രിക്സ് എന്താണ്? 2 റോ ഉണ്ട് അല്ലെ? അപ്പൊ 2 എത്ര കോളം ഉണ്ട്? 1 2 3. അപ്പൊ ഒരു 2/3 മെട്രിക്സ് ആണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള മെട്രിക്സ്. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ എന്തായി? അതിന്റെ ഡയമെൻഷൻ നോക്കൂ, 1 2 3. 3 റോസ് ഉണ്ട്. എത്ര കോളം ഉണ്ട്? 1 2. 2 റോ ഉണ്ട് അല്ലെ? അപ്പൊ എന്താ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും സംഭവിക്കുന്നത്? ഒരു 2/3 ഡയമെൻഷൻ ഉള്ള ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് 3/2 മെട്രിക്സ് ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ഡാഷ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു. എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഉണ്ട്, അതിന്റെ ട്രാൻസ്പോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഡിനോട്ടർ ബൈ എന്നല്ല കേട്ടോ, ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഡിനോട്ടഡ് ബൈ എന്നാണ്. എ ഡാഷ് ഓർ എ ട്രാൻസ്പോസ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇതൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ എന്റെ ഡയമെൻഷൻ 2/3 ആണെങ്കിൽ എ ഡാഷിന്റെ ഡയമെൻഷൻ എന്താണ്? 3/2 ആണ്. എന്ന് പറഞ്ഞാൽ എന്റെ നമ്പർ ഓഫ് കോളംസ് ആണ് എ ഡാഷിന്റെ നമ്പർ ഓഫ് റോസ് അല്ലെ? എന്റെ നമ്പർ ഓഫ് കോളം ഇവിടെ എത്രയാണ്? 3 ആണ്. ഈ 3 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് കോളം റോ ആയിട്ട് വന്നത്. എന്റെ നമ്പർ ഓഫ് റോസ് ഇവിടെ എന്തായി? നമ്പർ ഓഫ് കോളംസുമായി. അപ്പൊ എന്താണ്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഇന്റർചേഞ്ച് ചെയ്യും. ഒരു മെട്രിക്സിനും അതിന്റെ ട്രാൻസ്പോസിന്റെയും
നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഡയമെൻഷനിൽ ഇന്റർചേഞ്ച് ചെയ്യും. എ എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഡയമെൻഷൻ 2/3 ആണെങ്കിൽ എ ഡാഷിന്റെ ഡയമെൻഷൻ 3/2 ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കും. ഇതെന്താണ്? ഒരു 3/3 മെട്രിക്സ് ആണ് അല്ലെ, 3/3 മെട്രിക്സ് ആണ്. ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ റോസ് എന്തൊക്കെയാണ് വരുന്നത്? 1 2 3 4 5 6 7 8 9. എങ്ങനെയാണ് ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക? ഇതിലെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക. അത് ട്രാൻസ്പോസിൽ എന്തായിരിക്കണം? ഫസ്റ്റ് കോളം ആയിരിക്കണം. അപ്പൊ 1 2 3 ഇവിടുത്തെ ഫസ്റ്റ് കോളം ആവും 1 2 3. ഇവിടുത്തെ രണ്ടാമത്തെ റോ കൺസിഡർ ചെയ്യുക 4 5 6. അതെന്താവണം? ട്രാൻസ്പോസിലെ രണ്ടാമത്തെ കോളം ആയിട്ട് എഴുതണം 4 5 6. അതുപോലെ ഇതിലെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റത്തെ മൂന്നാമത്തെ റോ കൺസിഡർ ചെയ്യുക 7 8 9. അതെന്തായിരിക്കണം? ട്രാൻസ്പോസിലെ മൂന്നാമത്തെ കോളം ആയിട്ട് എഴുതുക 7 8 9. ഇവിടെ മെട്രിക്സിന്റെ ഡയമെൻഷൻ 3/3 ആയതുകൊണ്ട് ഇവിടെയും 3/3 ആണ് ഡയമെൻഷൻ വരിക. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കും. എ ഉണ്ട്, എ ട്രാൻസ്പോസ് ഉണ്ട്. ഇതൊരു 2/2 മെട്രിക്സ് ആണ്. 1 2 3 4. അതിന്റെ ട്രാൻസ്പോസ് എന്താവുന്നത്? 1 3 2 4. ഇതെങ്ങനെ കിട്ടിയത്? ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക 1 2. അതിനെന്താക്കി മാറ്റി? ഫസ്റ്റ് കോളം ആക്കി മാറ്റി 1 2. സെക്കൻഡ് റോ കൺസിഡർ ചെയ്തു 3 4. അതിനെന്താക്കി മാറ്റി? സെക്കൻഡ് കോളം ആയിട്ട് കാട്ടി 3 4 അല്ലെ. ഇതിന്റെ ഡയമെൻഷൻ 2/2 ആണ്, ഇതിന്റെ ഡയമെൻഷനും 2/2 ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യും. എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ എലമെന്റ് ഉള്ള മെട്രിക്സ് ആണ്, 5 എന്ന് മാത്രമല്ല. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ വരിക? 5 മാത്രമാണ് വരിക. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇതെന്താണ്? 1 2 3 4 അല്ലെ, 4 റോ ഉള്ള 2 കോളം ഉള്ള 4/2 മെട്രിക്സ് ആണ്. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക. എന്താണ് ഫസ്റ്റ് റോ? 1 2. അതിനെന്താക്കി മാറ്റുക? ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതുക 1 2. സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക 3 4. അതിനെന്ത് എഴുതുക? സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതുക 3 4. അതുപോലെ തേർഡ് റോ 5 6 കൺസിഡർ ചെയ്തിട്ട് അത് തേർഡ് കോളം ആയിട്ട് എഴുതുക 5 6. ലാസ്റ്റ് റോ 7 8, ഇവിടുത്തെ ലാസ്റ്റ് കോളം ആയിട്ട് എഴുതുക 7 8. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മെട്രിക്സിന്റെ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡയമെൻഷൻ എത്രയാണ്? 4/2 ആണ്. എ ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇതിൽ 2 റോ മാത്രമേ ഉള്ളൂ, 4 കോളം ഉണ്ട്. അപ്പൊ 2/4 ആണ്. അപ്പൊ ഇവിടെ 4 റോ ഉള്ളത് ഇവിടെ 2 റോ ആയിട്ട് മാറി. ഇവിടെ 2 കോളം ഉള്ളത് ഇവിടെ 4 കോളം ആയിട്ട് മാറി. റോയിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഇന്റർചേഞ്ച് ചെയ്തു. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കൂ. 3/3 മെട്രിക്സ് ആണ്. ഇതിൽ എന്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കി എഴുതി, തേർഡ് റോനെ തേർഡ് കോളം ആക്കി എഴുതി. അപ്പൊ എന്താ ശരിക്കും നമ്മൾ ഈ ട്രാൻസ്പോസ് കൊണ്ട് ചെയ്യുന്നത് അല്ലെ? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചു നോക്കൂ. ട്രാൻസ്പോസിന്റെ ഇവിടുത്തെ ഡയഗണൽ എത്രയായിരുന്നു? 1 4. അതേ ഡയഗണൽ എലമെന്റ്സിന്റെ എവിടെയുള്ളത്? 1 4. ഇതിലൊരൊറ്റ എലമെന്റേ ഉള്ളൂ. ഇതിന് ഡയഗണൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല. ഈ സ്ക്വയർ മെട്രിക്സ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇതിലെ ഡയഗണൽ എലമെന്റ് 1 5 9. അതേ 1 5 9 അല്ല ഇവിടെയുള്ളത് ആണ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ കൺസിഡർ ചെയ്യാൻ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? സ്ക്വയർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ അങ്ങ് ഫ്ലിപ്പ് ചെയ്യും അല്ലെ. എയും എ ട്രാൻസ്പോസും ചെയ്യാൻ എലമെന്റ്സ് പരസ്പരം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഉള്ള 2 ട്രാൻസ്പോസ് ആകുമ്പോൾ 5 ആവും അല്ലെ. ഇവിടെ ഉള്ള 5 ട്രാൻസ്പോസിലേക്ക് വരുമ്പോൾ 2 ആയിട്ട് മാറും. അങ്ങനെ ഇതിന്റെ ഒരു ഇന്റർചേഞ്ചിങ് ആണ് നടക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ച ട്രേസ് ഓഫ് എ മെട്രിക്സ് അല്ലെ, അത് നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു. ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്താ? ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സം. ഈ ലൈൻ വരച്ചാണ് ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് 1 6 11 16. ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയും. അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം. അതെങ്ങനെ ഡിനോട്ട് ചെയ്യും? സമ്മേഷൻ AII എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. ഓൾറെഡി തന്നിട്ടുള്ള നോട്ടുകൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ക്ലാസ്സിൽ ഓൾറെഡി എടുത്തതാണല്ലോ ഇത്രയും പോർഷൻസ്. അപ്പം ഈ ക്ലാസ്സിൽ എടുത്ത നോട്ട്സുകളും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതാണ്.